കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവങ്ങളാകും നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിലും ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിപ്പാൻ സർവശക്തനായ കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. ഇതുവരെ നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ചില സന്ദർഭങ്ങളിൽ ഈ പ്രാർത്ഥന ഒരു പ്രത്യേക നിലയിൽ പോകുന്നത് കാണുമ്പോൾ എനിക്ക് ഇടയിൽ കയറണ്ടെന്ന് തോന്നും. നമുക്ക് പ്രാർത്ഥിച്ച് തന്നെ മുമ്പോട്ട് പോകാമെന്ന് തോന്നും. എങ്കിലും നമുക്ക് ഒന്ന് രണ്ട് വചനങ്ങൾ കൂടെ ധ്യാനിച്ച് നമുക്ക് അങ്ങനെ പോകാം. വളരെ നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ വചനം പറയുന്ന നേരത്തെ എനിക്ക് തോന്നുന്നു ചിലരെങ്കിലും ഒന്ന് മയക്കത്തിലേക്ക് പോകുന്നു എന്നൊരു സംശയം എനിക്കില്ലാതില്ല. കാരണം രണ്ടാമത് ഓൺ ചെയ്യുമ്പം ചിലപ്പം ആ ഒരു വേഗത അല്ലെങ്കിൽ ആ ഒരു ആത്മതലത്തിൽ പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ കേൾക്കാറില്ല. നിങ്ങൾ ആരുടെയും ആത്മതലം വിട്ടുപോകാനോ ഉറങ്ങാനല്ല ഞാൻ ഇടയിൽ കയറുന്നത്. ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം കാണിക്കാനായിട്ടാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വാക്യം ഒന്ന് വായിക്കാമോ? സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണിത്. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങളിത് ഞാൻ യഹോവയോട് ഒരു കാര്യം മാത്രം അപേക്ഷിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ഈ സങ്കീർത്തനം എഴുതിയത് നമുക്കെല്ലാവർക്കും അറിയാം, ദാവീദാണ്. ദാവീദിൻ്റെ സങ്കീർത്തനമാണ് 27-ാം സങ്കീർത്തനം. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ദാവീദിന് നേരെ ഒരു സൈന്യം പാളയമിറങ്ങിയിരിക്കുകയാണ്. ആ ഒരു സൈന്യം പാളയമിറങ്ങിയാലും കണ്ടോ, എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. എൻ്റെ വൈരികളും എൻ്റെ ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. അപ്പം ഇവിടെ ദാവീദ് കടന്നു പോകുന്ന ഒരു പ്രത്യേക അവസ്ഥയുടെ നടുവിൽ ദാവീദിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ദാവീദ് ഈ വാക്യങ്ങളിലൂടെ ഉദ്ധരിക്കുന്നത്. അപ്പം ഇവിടെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ കാണിപ്പാൻ ആഗ്രഹിക്കുന്ന ഭാഗം എന്തെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക. നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു വായിച്ചാൽ അതിൻ്റെ 5-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ കാണാം, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. നമ്മുടെ ജീവിതത്തിൽ ട്രബിളുകളുള്ള ദിവസമുണ്ട് കണ്ടോ. അതിൻ്റെ ഫോർ ഇൻ ദ ടൈം ഓഫ് ട്രബിൾ കണ്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്ന ദിവസങ്ങളുണ്ട്, ട്രബിളുകൾ ഉണ്ടാകുന്ന ദിവസങ്ങളുണ്ട്. ഈ ദിവസങ്ങൾ വരുമ്പോൾ, അനർത്ഥ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മനോഹരത്വം കാണുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ തേജസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ അവൻ്റെ ആലയത്തിൽ പാർക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഇവിടെ ദാവീദ് പറയുകയാണ്, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. അവിടുത്തെ ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, തിരുനിവാസത്തിൻ്റെ മറവിൽ. അതിനകത്ത് അവിടെ ഇംഗ്ലീഷ് ചെയ്തിരിക്കുന്നത്, ഇൻ ദ സീക്രട്ട് ഓഫ് ഹിസ് ടാബർനാക്കിൾ ഷാൽ ഹി ഹൈഡ് മീ. കണ്ടോ, ദൈവാലയത്തിലെ സമാഗമന കൂടാരത്തിലെ സീക്രട്ട് പ്ലേസിൽ അവൻ എന്നെ മറയ്ക്കും. ദൈവത്തിൻ്റെ ആലയത്തിനകത്തൊരു സീക്രട്ട് പ്ലേസ് ഉണ്ടോ? ദൈവത്തിൻ്റെ ആലയത്തിൽ സമാഗമന കൂടാരത്തിൽ ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ടോ? ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന അനർത്ഥ ദിവസങ്ങളിൽ ആ സീക്രട്ട് പ്ലേസിൽ അവൻ നമ്മെ മറയ്ക്കുമോ? അങ്ങനെ ദൈവം നമ്മെ മറയ്ക്കുന്ന, ദൈവം നമ്മെ സൂക്ഷിക്കുന്ന, ദൈവം നമ്മെ കരുതുന്ന, ശത്രുക്കൾക്ക് തൊടാൻ കഴിയാതെ വണ്ണം, ദുഷ്കർമ്മികൾക്ക് മാംസം തിന്നാൻ കഴിയാതെ വണ്ണം, ഒരു സൈന്യം നിന്റെ മേലെ പാളയമിറങ്ങിയാൽ ആ സൈന്യത്തിനൊന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം, യുദ്ധം നേരിട്ടാലും നിർഭയമായി വസിക്കുന്ന ഒരു ദൈവിക സീക്രട്ട് പ്ലേസ് ദൈവാത്മാവ് നമുക്ക് വെച്ചിട്ടുണ്ടാവും. പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് ഇങ്ങനെ ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ടായിരുന്നു. ഞാനിവിടെ പറഞ്ഞത് ആരെക്കുറിച്ചാ? ദാവീദിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താ ദൈവം ദാവീദിനെ കുറിച്ച് പറഞ്ഞത്? ദാവീദിനോട് പറഞ്ഞ ദൈവം വാഗ്ദത്തം എന്താണ്? ദാവീദിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, നിന്റെ പേര് ഞാൻ വലുതാക്കും.
നിന്റെ സന്തതി എൻ്റെ സന്തതിയായി മാറും. അടുത്ത വാക്ക്, നിന്റെ സന്തതിക്കൊരു രാജകുലം ഞാൻ തരും, നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സിംഹാസനത്തിൽ ഇരുത്തും. അപ്പൊ ദൈവിക കവനന്റിനകത്ത്, ദാവീദ്യ കവനന്റിനകത്ത് ദൈവം ദാവീദിനോട് പറഞ്ഞൊരു പദമാണ്, സിംഹാസനത്തിൽ ഞാൻ നിന്റെ സന്തതി ഇരുത്തും. അപ്പൊ ദാവീദിനോട് ഈ വാക്തത്വം പറഞ്ഞിരിക്കുന്ന ദാവീദ് ദൈവത്തോട് പറഞ്ഞ വാക്കാണ് ഞാൻ ഇവിടെ വായിച്ചത്. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ സീക്രട്ട് പ്ലേസിൽ എന്നെ ഒളിപ്പിക്കും. അപ്പൊ സ്പിരിറ്റ് തലത്തിൽ, ആത്മതലത്തിൽ അങ്ങനെ ഒരു സീക്രട്ട് പ്ലേസ് നമുക്കുണ്ടോ? നമുക്ക് പതുക്കെ അതിലേക്ക് വരാം. അപ്പൊ ഈ സീക്രട്ട് പ്ലേസിൽ നിങ്ങൾ വന്നാൽ നിങ്ങളുടെ തല ദൈവാത്മാവ് ഉയർത്താൻ തുടങ്ങും. കണ്ടോ? 6 വാക്യം, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും, ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കും, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും. പാറമേൽ അവൻ എന്നെ ഉയർത്തും. അപ്പൊ അനർത്ഥ ദിവസം നിന്നെ ഉയർത്തുന്ന ദിവസമല്ല. അനർത്ഥ ദിവസം നിന്നെ ഉയർത്തുന്ന ദിവസമോ നിന്നെ ജയിപ്പിക്കുന്ന ദിവസമല്ല. പക്ഷെ അനർത്ഥ ദിവസത്തിൽ നീ സീക്രട്ട് പ്ലേസിലേക്ക് കയറിയാൽ അനർത്ഥം നിനക്ക് ജയമായി മാറും, അനർത്ഥം നിനക്ക് ആനന്ദമായി മാറും, അനർത്ഥം നിനക്ക് ഉയർച്ചയായി മാറും, അനർത്ഥം നീ ദൈവത്തിന്റെ നന്മ കാണുന്ന സീസണായി മാറും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതുകൊണ്ട് ഇന്ന് രാവിലെ ഒരു വ്യക്തി പോലും ഇതിനകത്ത് ഭയപ്പെടരുത്, ധൈര്യപ്പെട്ടിരിക്കണം, ഉറച്ചിരിക്കണം, യഹോവയിൽ പ്രത്യാശ വയ്ക്കണം. അതെ, നമ്മുടെ പ്രാർത്ഥനാ തലത്തിൽ ദൈവാത്മാവ് നാം അറിയാതെ ദൈവിക സീക്രട്ട് പ്ലേസുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഒരു സ്ഥലം ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാനിരിക്കുന്നവർ മനസ്സിലാക്കുക, നമ്മുടെ സ്പിരിറ്റ് തലത്തിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ സ്പിരിറ്റ് തലത്തിൽ ദൈവം നമുക്ക്, കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചു വന്ന ഭാഗത്തിന്റെ തുടർച്ചയാണ് ഈ പറയുന്നത്. നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിച്ചു, നിങ്ങളെ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, നിങ്ങളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഹയർ റിലം ഉണ്ടോ നമുക്ക്? അതുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് വേണ്ടേ നമുക്ക് ദൈവിക വിജയങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ട്? നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങനെ ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ടെങ്കിൽ ആ സീക്രട്ട് പ്ലേസിൽ എന്നെ മറയ്ക്കണമേ. അനർത്ഥ ദിവസത്തിൽ എന്നെ, എൻ്റെ കുടുംബത്തെ ആ സീക്രട്ട് പ്ലേസിനകത്ത് മറയ്ക്കണമേ. പഴയ നിയമ ഭക്തന്മാർ അനർത്ഥ ദിവസത്തിൽ മറയ്ക്കാൻ പറഞ്ഞു. പക്ഷെ പുതിയ നിയമ ഭക്തന്റെ പ്രത്യേകത അതല്ല. നിനക്ക് എപ്പോഴെല്ലാമാണോ സഹായം ആവശ്യമുള്ളത് അപ്പോഴെല്ലാം അവൻ നിന്നെ കൃപാസനത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. നമുക്ക് ആ വെളിപ്പാട് ദൈവാത്മാവ് ശക്തിയോടെ തുറക്കാനും അവിടെ ഇരുന്നു കൊണ്ട് അതിനകത്തൊന്നും അറിയാനോ ഒന്ന് പ്രാർത്ഥിച്ചാലോ? ഒന്ന് പ്രാർത്ഥിച്ചു, ഷാദലാദന, ആ വെളിപ്പാടിൽ ഒന്ന് പ്രാർത്ഥിച്ചോ? അങ്ങനെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദൈവാത്മ നമുക്ക് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്ന ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ട്, ഷാദലാദിരാധന. അതിനകത്തേക്കൊന്ന് മറയാൻ, അത് ജയത്തിന്റെ സ്ഥലമാണ്, അത് ജയത്തിന്റെ സ്ഥലമാണ്, അത് നിന്റെ തല ഉയരുന്ന സ്ഥലമാണ്. ഷാബാൽഖദനാദനാരഘടകദന. വിശ്വസിക്കുന്നവരെല്ലാം അമ്മായി കണ്ണൂട്ടിൽ ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ചോ, തുറന്നു വരുമത്. അങ്ങനെ ആ സീക്രട്ട് പ്ലേസ് നിനക്ക് വേണ്ടി തുറന്നു വരും. ലാതൽഖനാദിരാധന, പ്രൗഷസ്കനാദിരാധന, പ്രൗഢമനഘടകദനം. പരിശുദ്ധാത്മാവേ, ഇന്ന് രാവിലെ ആ സീക്രട്ട് പ്ലേസ് തുറന്നു വരുവാൻ, ആ സീക്രട്ട് പ്ലേസ് ഞങ്ങൾ ഇരിക്കുന്നു എന്നുള്ള വെളിപ്പാട് ഞങ്ങളുടെ അകത്തുണ്ടാകാൻ. അനർത്ഥങ്ങൾ വരുമ്പോൾ, സൈന്യങ്ങൾ എതിരാകുമ്പോൾ, പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ, പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ ഞങ്ങളുടെ വെളിപ്പാട് വർദ്ധിക്കട്ടെ അപ്പാ. ജഗൽഖനാദിരാധന, പ്രൗഷസ്കനാദിരാധനം.
ഇബാരബാന ഹർഷസ്കനാദിരാധന പ്രൗഢപനഗദുരവനഗടഗദനം ഹത്തുരാധനാരഗടഗദന വൈഷ പ്രൗഢപനഗടഗദനാരഗക്ഷ സ്കമ്പൽ പ്രൗഢപനഗടഗദനം ജീബാല ഹത്തൽഖാന റീകർഷസ്കന ലഗത്തുരാധനാരക പ്രൗഢപനഗടഗദനം ജീബാല ഖനാദിരാധന പ്രൗഷസ്കനാദിനാദനം ഈ സീക്രട്ട് പ്ലേസിൽ, ദൈവാലയത്തിലുള്ള ഈ സീക്രട്ട് പ്ലേസിനെയാണ് സത്യത്തിൽ ബൈബിൾ കൃപാസനം എന്ന് പറയുന്നത്. നമുക്കത് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ കാണാം. ദൈവാത്മാവ് മോശയെ പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി സ്വർഗത്തിലുള്ള മാതൃക കാണിച്ചു കൊടുത്തു. ആ മാതൃക പ്രകാരമാണ് സമാഗമന കൂടാരത്തിൻ്റെ അകത്ത് കൃപാസനം പണിതത്. കൃപാസനം പണിതിട്ട് ശേഷം, പണിയാൻ പറഞ്ഞ ശേഷം ദൈവാത്മ പറഞ്ഞു, ഈ കൃപാസനത്തിൽ ഞാൻ പ്രത്യക്ഷനാകും, അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. ഈ പശ്ചാത്തലം നിങ്ങളുടെ അകത്ത് വെച്ചുകൊണ്ട് ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, അവനവൻ സീക്രട്ട് പ്ലേസിൽ എന്നെ മറയ്ക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ അവൻ മറയ്ക്കും. എന്നിട്ടാണ് താഴെ പറയുന്നത്, പാറമേൽ എന്നെ ഉയർത്തും, എൻ്റെ തല ശത്രുക്കളുടെ മേൽ ഉയരും, കൂടാരത്തിൽ ഞാൻ ജയഘോഷയാഗം അർപ്പിക്കും. എന്നിട്ട് ഇവിടെ ദാവീദ് പറയുകയാണ്, നിന്റെ മുഖം, എൻ്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. അപ്പോൾ ഒരു വലിയ പ്രശ്നത്തിൽ കൂടെ ദാവീദ് കടന്നുപോയപ്പോൾ ദാവീദ് തിരുമുഖം അന്വേഷിക്കാൻ തുടങ്ങി. പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനല്ല ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ദാവീദ് ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ
ദൈവം ചെയ്ത പരിപാടി ദാവീദിന്റെ ഹൃദയത്തിനകത്ത് ദൈവശബ്ദം കേൾപ്പിക്കാൻ തുടങ്ങി. ഹലോ, ഉണ്ടോ? നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഞാനിന്ന് രാവിലെ പറയുന്ന ഈ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവം അവൻ കടന്നുപോയ പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിന്റെ തേജസ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവം അവനെ സാന്നിധ്യത്തിനകത്ത്, സീക്രട്ട് പ്ലേസിനകത്ത് മറയ്ക്കാൻ തുടങ്ങി. ഇനി നിങ്ങൾ നോക്കിയേ, 31-ാം സങ്കീർത്തനം എന്താ പറഞ്ഞു നോക്കിയേ? നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിനകത്ത് നീ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് നീ ഒളിപ്പിക്കും. നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? Thou shall hide them in the secret of the presence from the pride of man. മനുഷ്യന്റെ അഹങ്കാരത്തിൽ നിന്ന്, അവരുടെ കൂട്ടുകെട്ടിൽ നിന്ന്, അവരുടെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന്, കണ്ടോ? Thou shall keep them secretly in a pavilion. ഒരു നിന്നെ ദൈവം സംരക്ഷിക്കുന്ന ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ട്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നതിന് വിശ്വസിക്കുന്നു. ദൈവമക്കളെ ദൈവം മറയ്ക്കുന്ന ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ട്. അത് ദാവീദിന്റെ ഭാഷയിൽ ദാവീദ് പറഞ്ഞു വരുമ്പോ അത് ദൈവാലയത്തിലെ സീക്രട്ട് പ്ലേസ് ആണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്ന ഒരു കാര്യമുണ്ട്. 57-ാമത്തെ സങ്കീർത്തനം 1-ാം വാക്യം. ഇതൊന്നൊരാൾ വായിക്കാമോ? 57-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിനിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിത് മറന്നുപോയിട്ടുണ്ടാകും. ഈ ചിറകിന്റെ നിഴൽ ഇതെവിടെയായത്? ഇത് ഞാനൊരു പുസ്തകത്തിൽ കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് ഒരു ഹീബ്രു റൂട്ട് പുസ്തകത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്. ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകം അടിക്കേണ്ടതിന്, പെട്ടകത്ത് വെക്കേണ്ടതിന് സിയോനിൽ ഒരു കൂടാരം അടിച്ചു. ആ കൂടാരത്തിനകത്ത് ദാവീദ് പെട്ടകം കൊണ്ട് വെച്ചു. അപ്പൊ അന്ന് ഈ സമാഗമന കൂടാരത്തിലോ ദൈവാലയത്തിലോ അല്ല ഈ പെട്ടകം കൊണ്ട് വെക്കുന്നത്. അപ്പം ഈ പെട്ടകത്തിന്റെ കിഴക്കേ ഭാഗത്തൊരു തിരശ്ശീലയുണ്ട്. തിരശ്ശീല മാറ്റുമ്പോൾ അതിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തുണ്ടാകുന്ന വെളിച്ചം ഈ കൂടാരത്തിന്റെ, ഈ പെട്ടകത്തിന്റെ മുകളിലിരിക്കുന്ന കെരൂബിന്റെ മേൽ അടിച്ച്, കെരൂബിൽ നിന്ന് ഒരു നിഴൽ ഈ കൂടാരത്തിനകത്ത്, ഈ കെരൂബിന്റെ നിഴൽ ഒരു ചിറക് പോലെ നിൽക്കുന്ന, ഒരു പക്ഷിയുടെ ചിറക് പോലെ നിൽക്കുന്ന കെരൂബിന്റെ നിഴൽ ഈ ആലയത്തിലെ കൂടാരത്തിനകത്ത് ഒരു ഭാഗത്ത് വെളിപ്പെട്ടു. അപ്പോൾ ജൂയിഷ് റൂട്ടിനകത്ത്, മിഷ്നയ്ക്കകത്ത് പറയുന്നത്, ഒരു ജൂയിഷ് റൂട്ടിൽ പറയുന്നത്, ഈ നിഴലിന്റെ അടിയിൽ പോയിരിക്കുമായിരുന്നെന്ന് ദാവീദ്. പെട്ടകത്തെ തൊടാൻ പറ്റില്ല, പെട്ടകത്തെ തൊട്ട ഉസപട്ടിപ്പോയി. അപ്പൊ അതുകൊണ്ട് പെട്ടകത്തെ സ്പർശിക്കാതെ ഈ നിഴലിന്റെ കീഴിൽ പോയിരിക്കുമായിരുന്നെന്ന് കണ്ടോ. അപ്പൊ ദാവീദിന്റെ വെളിപ്പാടിൽ അതിനകത്ത് നീ ഇരുന്നാൽ നിനക്ക് വേണ്ടി സകലതും ദൈവം നിവർത്തിക്കും. കണ്ടോ, 2-ാം വാക്യം, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് നിഴലിന്റെ കീഴിൽ ഇരിക്കുന്ന എന്നെ കൈനീട്ടി രക്ഷിക്കും. കണ്ടോ, നിങ്ങൾക്ക് ദൈവത്താലുള്ളൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ തെളിഞ്ഞു വരും. ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ശക്തിയോടെ വെളിപ്പെട്ടു വരും. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ദൈവത്തിന്റെ മഹിമ നിങ്ങൾക്ക് വേണ്ടി ശക്തിയോടെ തുറന്നു വരും. ഒറ്റവാക്ക് സങ്കീർത്തനക്കാരൻ പറഞ്ഞ മറ്റൊരു വാക്കുകൂടെ ചേർത്ത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. വിശ്വസിച്ചേ പറ്റൂ. ഈ വാക്യം കൂടെ ശ്രദ്ധിച്ചു നോക്കൂ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ അവൻ നിന്നെ കാക്കും. കണ്ണിന്റെ കൃഷ്ണമണി പോലെ അവൻ നിന്റെ കുടുംബത്തെ കാക്കും. സങ്കീർത്തനം 17-ന്റെ 8 ഞാൻ ഇട്ടിരിക്കുന്നത്.
നിന്നെ കൊള്ളയടിക്കുവാൻ വരുന്ന ദുഷ്ടന്മാരുടെ മുമ്പിൽ, നിന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളുടെ മുമ്പിൽ അവർ നിന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ അവൻ നിന്നെ മറയ്ക്കുക മാത്രമല്ല, ചിറകിന്റെ നിഴലിൽ മറയുന്നവനെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ അവൻ സൂക്ഷിക്കും. ഇത്ര മഹത്വകരമായ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് രാവിലെ ദൈവത്തിൽ പ്രാർത്ഥിക്കണ്ടേ? എന്താ ദാവീദ് പ്രാർത്ഥിച്ചത്? നിന്റെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ മറക്കണമേ, ഞങ്ങളെ ആ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയ വെളിപ്പാട് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ദാവീദ് പ്രാർത്ഥിച്ചത് ചിറകിന്റെ മറവിൽ എന്നെ മറക്കണമേ, ആ സീക്രട്ട് പ്ലേസിൽ എന്നെ ഇരുത്തണമേ. നമുക്ക് നേരെ തിരിച്ചു പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയോട് കൂടെ ഞങ്ങളെ ഉയർപ്പിച്ചല്ലോ, അങ്ങയോട് കൂടെ ഞങ്ങളെ ജീവിപ്പിച്ചല്ലോ, സ്വർഗസ്ഥലങ്ങളിൽ ഞങ്ങളെ ഇരുത്തിയിരിക്കുന്നല്ലോ, അതൊന്ന് ഞങ്ങളുടെ അകത്ത് വെളിപ്പാടാക്കി തരണമേ. ഒന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കൂ. നിങ്ങൾക്കൊരു ആനന്ദം വരുന്നുണ്ടോ ഈ വാക്യങ്ങൾ കേൾക്കുമ്പോൾ? ഇങ്ങനൊരു സീക്രട്ട് പ്ലേസ് ഉണ്ട്, ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഇങ്ങനൊരു പ്ലേസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് റിലത്തിനകത്ത് തുറന്നു വരും. ഇപ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ റിലത്തിനകത്ത് ഇങ്ങനൊരു മേഖല തുറന്നു വരും. കണ്ണിന്റെ കൃഷ്ണമണി പോലെ നിങ്ങളെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം. മനുഷ്യരുടെ വ്യക്തികളുടെ നാവുകൾക്ക് നിങ്ങളെ അവസാനിപ്പിക്കാൻ കഴിയാതെ വണ്ണം മനുഷ്യരുടെ വാക്കാണത്തിൽ നിന്ന് ഈ അനർത്ഥങ്ങളുടെ നടുവിൽ നിന്ന്, മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന്, വഴി അടഞ്ഞിരിക്കുന്ന അവസ്ഥയുടെ നടുവിൽ നിന്ന് ലഗത്തുനാദന പ്രൗഷസ്കനാദിന പ്രൗഢവനഘടകദന അന്തരാദിനാദന പ്രൗഷവനഘടകദന അത്തൽ ഘടകദിനി വേഷ പ്രൗഢവനഘടകദനം മന്ദൽ പ്രൗഢവനഘടകദനം. മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു കേട്ടോ. ഈ പറഞ്ഞ വചനങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ അകത്ത് സ്പർശനീയമായെങ്കിൽ ആ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് അങ്ങനെ സ്പിരിച്വൽ റിലത്തിൽ ഒരു വളർച്ചയുണ്ട്. അത്യുന്നതന്റെ മറവിൽ മറയുന്ന, സർവശക്തിന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്ന, കണ്ണിന്റെ കൃഷ്ണമണി പോലെ നിന്നെ സൂക്ഷിക്കുന്ന, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം, വിടുവിക്കുന്ന കരം ഇറങ്ങി വരുന്ന, ദൈവിക അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഞാൻ പഴയ നിയമത്തിലുള്ള ഈ വചനങ്ങൾ നിങ്ങളെ കാണിക്കുന്നത് പുതിയ നിയമത്തിൽ നമുക്ക് ലഭ്യമായ മഹത്വകരമായ പ്രിവിലേജാണ് സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളത്. ഇത് ദാവീദിയ കവനന്റിനോടുള്ള ബന്ധത്തിലെ വാഗ്ദത്തം പുതിയ ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ നിവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്.
പക്ഷെ നമുക്ക് ലഭ്യമായ ഈ പൊസിഷൻ, ഈ പ്രൊട്ടക്ഷൻ, ഇതിൻ്റെ ഒരു വെളിപ്പാട് അവർക്കുണ്ടായിരുന്നു. അവർക്ക് ലഭ്യമാകാത്തതിനെ കുറിച്ചൊരു വെളിപ്പാട് അവർക്കുണ്ടായിരുന്നു. കണ്ടോ, അവർക്ക് ലഭ്യമാകാത്തതിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് അവർക്കുണ്ടായിരുന്നു. അപ്പൊ അവരിതിൻ്റെ നിഴൽ, അതായത് പുതിയ നിയമത്തിൻ്റെ നിഴലിനകത്താണ് അവർ വസിച്ചത്. അവർക്ക് ഇത്ര ധൈര്യം ഉണ്ടായിരുന്നു, നമുക്ക് എന്ത് ധൈര്യം ഉണ്ടാകണം? നമ്മുടെ പ്രാർത്ഥന എത്ര വീര്യമുള്ളതായിരിക്കണം? കിടന്ന് പെടച്ച് നിലവിളിച്ച് തലയും കുത്തി വീണ് ആകെ പ്രശ്നം ഉണ്ടാക്കി മെഴുകി നിരങ്ങി അയ്യോ, അവരുടെ പ്രാർത്ഥന എത്ര ധൈര്യമുള്ളതാ. കണ്ടോ, അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ എല്ലാ ഭാരങ്ങളും വിട്ടുകളഞ്ഞ്, എല്ലാ പ്രയാസങ്ങളും വിട്ടുകളഞ്ഞ്, എല്ലാ വേദനകളും വിട്ടുകളഞ്ഞ് കർത്താവേ, ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. ഒന്ന് വായിച്ചേ, ഒരാളൊന്ന് വായിച്ചേ. ഉറങ്ങുകയാണോ? 61 പേര് അല്ല 60 പേര്. 61ന്റെ 4 വായിച്ച. 61 പേരല്ല, സങ്കീർത്തനം 61ന്റെ 4. കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചിറകന്മാരിൽ ഞാൻ ശരണം പ്രാപിക്കും. കണ്ടോ, ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചിറകിന്റെ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. അപ്പൊ ഇവര് ഭയങ്കര, എന്താ പറയാ, ഈ അവന്റെ പ്രസൻസിന്, അവന്റെ സാന്നിധ്യത്തിന് ഭയങ്കര പ്രാധാന്യത കൽപ്പിക്കുന്നവരായിരുന്നു. ഇനി അതിന്റെ 3-ാം വാക്യം വായിച്ചു നോക്കിയും, നീ എനിക്ക് സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഷെൽട്ടറായിരുന്നു. നീ എനിക്ക് സ്ട്രോങ് ടവർ, കണ്ടോ, ഫോർ ദി എനിമി, ഫ്രം ദി എനിമി. യു ആർ ദോ ഹാസ് ബീൻ എ ഷെൽട്ടർ ഫോർ മീ. നീ എനിക്ക് ഷെൽട്ടറാണ്. നമ്മുടെ സുരക്ഷിതത്വം ദൈവമാണ്. എപ്പോൾ എപ്പോൾ ബാക്കി 2 വായിച്ച്, ഞാൻ ഈ വാക്യം വായിപ്പിക്കുന്നത് നിങ്ങളുടെ തലയിലൊന്ന് കയറാൻ വേണ്ടിയിട്ടാ. എപ്പോഴാണ് ദൈവം നിങ്ങൾക്ക് ഷെൽട്ടർ ആകുന്നത്? എപ്പോഴാണ് അവൻ ഗോപുരമാകുന്നത്? ബാക്കി 2, എന്റെ ഹൃദയം ക്ഷീണിച്ചപ്പോ. കണ്ടോ, എന്റെ ഹൃദയം ക്ഷീണിച്ചു. എന്തെങ്കിലും ഘടകങ്ങളാൽ നിങ്ങളുടെ ഹൃദയം ഇന്ന് രാവിലെ ക്ഷീണിക്കുന്നുണ്ടോ? ക്ഷീണിക്കാത്തവർക്കായി സ്തോത്രം. ഏതെങ്കിലും കാര്യങ്ങൾ ഓർത്ത്, തലമുറയുടെ വിഷയങ്ങൾ, കുടുംബത്തിലെ പ്രതിസന്ധികൾ, ശാരീരിക രോഗങ്ങൾ, നിങ്ങളുടെ ജോലിപരമായ കാര്യങ്ങൾ, നിവർത്തിക്കപ്പെടാനുള്ള മേഖലകൾ നിവർത്തിക്കപ്പെടാത്തത്, ലഭ്യമാകേണ്ട നന്മകൾ തടയപ്പെട്ടത്, പല ഘടകങ്ങളാൽ നിങ്ങളുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, ക്ഷീണിച്ചിരുന്ന് കരയാതെ, ക്ഷീണിച്ചിരുന്ന് നിലവിളിക്കാതെ, ആ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടാതെ, നീ അത്യുന്നതനായ പാറയിലേക്ക് നടത്താൻ പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ സങ്കീർത്തനക്കാരൻ, എന്റെ കർത്താവ് ഇവൻ ജീവിച്ചത് പുതിയ നിയമത്തിലാണോ പഴയ നിയമത്തിലാണോ? നിങ്ങൾ വായിച്ചു നോക്കി. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ആ ഭൂമിയുടെ അറ്റത്ത് വിളിച്ചപേക്ഷിക്കും. എന്തിനു വേണ്ടി? എനിക്ക് അത്യുന്നതനായ പാറയിലേക്ക് എന്നെ നടത്തണമേ. കണ്ടോ, എന്നെ അവനിലേക്ക് മടത്തണമേ. എന്റെ വിഷയത്തെ പരിഹരിക്കണേന്നല്ല. നമ്മോട് പറയുകയാണ്, നീ എനിക്ക് സങ്കേതമാണ്. ആർക്ക്? ക്ഷീണിച്ചിരിക്കുന്ന എനിക്ക് നീ സങ്കേതമാണ്. കൊച്ചിനെ ഓർത്ത് എപ്പോഴും കരച്ചില, അച്ചാച്ചനെ ഓർത്ത്, അമ്മാമനെ ഓർത്ത്, അപ്പാപ്പനെ ഓർത്ത്, എല്ലാം എപ്പോഴും കരച്ചിലാണ്. ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരമായിരിക്കണമേ. നിന്റെ കൂടാരത്തിൽ എന്നെ മറയ്ക്കണമേ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിന്റെ ചിറകിന്റെ മറവിൽ എന്നെ മറയ്ക്കണമേ. എന്റെ ക്ഷീണം മുഴുവൻ മാറും എപ്പോൾ? ഞാൻ നിന്നിൽ മറയാൻ തുടങ്ങുമ്പോൾ. ഞാൻ നിന്നിൽ മറയാൻ തുടങ്ങുമ്പോൾ നീയാണ് എന്റെ സങ്കേതം. ഇന്ന് രാവിലെ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളോടും ഞാൻ ഉറപ്പോടെ പറയട്ടെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന കണ്ടമാനം ഘടകങ്ങളുണ്ട്. നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന, തളർത്തുന്ന ജീവിത സാഹചര്യങ്ങൾ, കുടുംബ പശ്ചാത്തലങ്ങൾ, ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്, സഭയിൽ നിന്നുണ്ടാകുന്നത്, ശുശ്രൂഷകന്മാരിൽ നിന്നുണ്ടാകുന്നത്, അർഹമായ, നോക്കിയേ, നിങ്ങൾക്ക് അർഹമായ സ്ഥാനം ലഭിക്കാത്തതിനാൽ, നിങ്ങൾക്ക് അർഹമായ പരിഗണനകൾ ലഭിക്കാത്തതിനാൽ, ഹോണർ ലഭിക്കാത്തതിനാൽ നിങ്ങൾ തളരുമ്പോൾ, നിങ്ങളുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, ഇന്ന് രാവിലെ ദൈവത്തോട് പറയുക, കർത്താവേ, എന്നെ ക്ഷീണിപ്പിക്കുന്ന കുറെ ഘടകങ്ങൾ ഇവിടെയുണ്ട്. പക്ഷെ എന്നെ മറയ്ക്കാൻ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്ക് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്ന ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ട്. എന്നെ അങ്ങോട്ട് നടത്തണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഒന്നുകൂടെ പ്രാർത്ഥിക്കാം നമുക്ക്. ഇന്ന് ഞാൻ വേറെ ഒന്നും പ്രാർത്ഥിക്കുന്നില്ല. ഈ സീക്രട്ട് പ്ലേസിലേക്ക് ദൈവം നിങ്ങളെ നടത്താൻ പോവുകയാണ്. ഹെവൻ പ്ലേസിൽ നിങ്ങൾ ഇരുത്തിയിരിക്കുന്ന വെളിപ്പാട് നിങ്ങളെ തുറക്കാൻ പോവുകയാണ്. ഒന്ന് പ്രാർത്ഥിച്ചോ. സ്വർഗസ്ഥലങ്ങളിൽ അവൻ നിന്നെ ഇരുത്തിയിരിക്കുന്നു. കൃപാസനത്തിന്റെ അടുക്കിലേക്ക് അവൻ നിന്നെ നടത്തുന്നു. ഒന്നുകൂടെ പ്രാർത്ഥിച്ചോ. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. ഷാം ദൽഖനാദിനാദിന ഷസ്കനാദിന. ഉറങ്ങാത്തവരെല്ലാം ഓടിവാ. ഷാപ റബന്ധനാദിന പ്രൗഷസ്കന.
അങ്ങനെ ഒരു തലം ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒറ്റ വാക്യം കൂടെ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിത് ഈ വാക്യം നമുക്ക് പിന്നത്തിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ധ്യാനിക്കണം. കാരണം 90-91 സംഘത്തിന് ഇപ്പോൾ പറഞ്ഞാൽ തീരുകയില്ല. ഈ വാക്യം ഒരാളൊന്ന് വായിച്ച്, ഈ വാക്യം ഒരാളൊന്ന് വായിച്ച്. കർത്താവേ, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. നമ്മളിതിങ്ങനെ ഓടിച്ചു പറഞ്ഞു വിടും. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ എന്തോ അതിൻ്റെ അർത്ഥം എന്താ? ലോർഡ് ദൗ ഹാസ് ബീൻ അവർ ഡ്വെല്ലിംഗ് പ്ലേസ് ഇൻ ഓൾ ജനറേഷൻ. അപ്പോൾ അവർക്ക് എല്ലാ തലമുറകളിലും കർത്താവേ നീയാണ് ഞങ്ങളുടെ അധിവാസ കേന്ദ്രം അല്ലെങ്കിൽ സങ്കേതം, ഞങ്ങൾ വസിക്കുന്ന സ്ഥലം. ഞാനിപ്പോൾ വസിക്കുന്നത് നെല്ലിക്കുന്ന് കുറയിലാണ്. നെല്ലിക്കുന്ന് കുറയിലെ ജോസ് പാസ്റ്ററുടെ വീട്ടിലാണ് ഞാൻ വസിക്കുന്നത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ ഞാൻ വസിക്കുന്നത് ഒരു ഭവനത്തിലാണ്. ഇവിടെ സംഘത്തിനക്കാരൻ പറഞ്ഞു ഞങ്ങൾ വസിക്കുന്നത്, ഞങ്ങൾ തലമുറ തലമുറയായി വസിക്കുന്നത് കർത്താവേ നിന്നിലാണ് ഞങ്ങൾ വസിക്കുന്നത്. നമ്മുടെ അകത്ത്. അപ്പൊ പഴയ നിയമ ഭക്തന്മാർ വെളിപ്പാടിൽ അത് പറഞ്ഞപ്പം പുതിയ നിയമ ഭക്തന്മാർ അവനിലല്ലേ? സത്യത്തിൽ അവനിൽ വസിക്കുന്ന ആരാ? നമ്മളല്ലേ. ഒരുവൻ ക്രിസ്തുവിലായാൽ, ഞാൻ ഇന്നലെ വൈകിട്ട് പറഞ്ഞതാണത്, പിതാവേ ഞാൻ നിന്നിലും നീ എന്നിലും നമ്മൾ അവരിലുമായിരിക്കുന്നു. ഇനി ഈ വാക്യം കൊണ്ട് എടുത്ത് 91 സങ്കീർത്തനം 1 വാക്യം വായിച്ച്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? അങ്ങനെ വസിക്കാൻ പറ്റുമോ? He hath dwelt in the secret place of the Most High, shall abide under the shadow of the Almighty. കാരണം അവിടെ ഈ മലയാളത്തിൽ നമുക്ക് അത്യുന്നതന്റെ ഇതൊക്കെ ഇംഗ്ലീഷ് പറയുന്നത് സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ. അപ്പൊ അത്യുന്നതനൊരു സീക്രട്ട് പ്ലേസ് ഉണ്ടോ? ആ സീക്രട്ട് പ്ലേസിലാണോ അവൻ നമ്മെ വസിപ്പിക്കുന്നത്? കർത്താവേ കൃപ. ഈ മോശയ്ക്ക് മറ്റാരേക്കാളും ദൈവത്തിൻ്റെ ഗ്ലോറിക്കകത്ത് വസിച്ച ചരിത്രമുണ്ട്. 2 പ്രാവശ്യം 40 ദിവസം വീതം സീനായി പർവ്വതത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ ഇറങ്ങി വന്ന മഹത്വത്തിന്റെ അകത്ത് വസിച്ചവനാണ് മോശ. അപ്പൊ ദൈവത്തിനകത്ത് വസിച്ച വ്യക്തിയാണ് മോശ. ആ തേജസ്സിനകത്ത്.
അപ്പം 90-ാം സങ്കീർത്തനത്തിൽ മോശ പറഞ്ഞു, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. ആ സങ്കീർത്തനത്തിൽ മോശ പറഞ്ഞു ഞങ്ങളുടെ ആയുഷ്കാലം 70-ഓ 80-ഓ ആണ്. അവന്റെ പ്രതാപം പ്രയാസവും കഷ്ടതയും ഒക്കെയാണ്. 90-ാം സങ്കീർത്തനം നമുക്കത് പറയുമ്പോൾ ഒരു ഭയങ്കര വൈബ്രേഷനൊക്കെ വരും നമ്മുടെ ആൾക്കാർക്ക്. കാരണം ആൾക്കാരെ ഒന്ന് എന്താ പറയുക, പറയാനായിട്ടൊരു സന്തോഷമുള്ളൂ. കണ്ടോ, ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയായാൽ 80 വർഷം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ ഇത് ആരുടെ കാര്യം? മരുഭൂമിയിൽ പിറുപിറുക്കുന്നവന്റെ കാര്യമാണ്. ഇത് പറയുമ്പോൾ മോശയ്ക്ക് എത്ര വയസ്സുണ്ട്? 120 വയസ്സ്. ഇത് പറയുമ്പോൾ ഈ സങ്കീർത്തനം പാടുമ്പോൾ അഹരോന്റെ മരണത്തിനാണ് ഇത് പാടുന്നത്. അപ്പൊ മോശയുടെ വയസ്സ് എത്രയാ? 120. ഇനി മോശ ഈ സങ്കീർത്തനം പാടിയപ്പോ എന്താ പറഞ്ഞേ? അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവന് ഞാൻ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഹലോ, കണ്ടോ? 16-ാം വാക്യം ശ്രദ്ധിച്ചോ? അപ്പം ദീർഘായുസ് ഉണ്ടാകുമോ നമ്മൾ വസിക്കുന്ന വാസം മാറിയാൽ? ഹലോ, അപ്പൊ മോശ മരിക്കുന്ന സമയത്ത് മോശ രോഗം വന്ന് തളർന്ന് കയ്യും കാലൊക്കെ നിവരാതെ കണ്ണും കാണാതെ വടിയും കുത്തിപ്പിടിച്ച് 120-ാമത്തെ വയസ്സിൽ കട്ടിലെ വലിഞ്ഞു കയറി കിടന്നല്ല മരിച്ചേ. മഹത്വത്തിനകത്ത് വസിക്കുന്നവന്റെ ശരീരത്തിനകത്തൊരു ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകും. ആരോഗ്യം ഉണ്ടാകും. അത്യുന്നതന്റെ മറവിൽ ഇനി നിങ്ങൾ ഈ 91-ാം സംഘത്തിൽ നിന്ന് വായിച്ചു നോക്കണം കേട്ടോ. അവൻ പറയുന്ന അഭിപ്രായമാണ്, യഹോവയുടെ സങ്കേതമാണ്, വേട്ടക്കാരന്റെ കണി ഞാൻ പിടുകല, നാശകരമായ മഹാമാരി എൻ്റെ കുടുംബത്തിൽ വരികല, അവൻ തൻ്റെ തൂവലുകൾ കൊണ്ട് എന്നെ മറയ്ക്കും, ചിറകിന്റെ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കും. സമയം പോകുന്നു, നമുക്ക് നാളെ പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ നിന്റെ കുടുംബത്തിനുണ്ടാകുമോ? നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ബൈബിളിൽ പറയുന്ന വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടോ? ബൈബിൾ ദൈവത്തിന്റെ വചനമാണോ? ഈ വചനത്തിനകത്ത് പറയുന്ന സത്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടു വരുമോ? അങ്ങനെയെങ്കിൽ നമ്മുടെ അത്യുന്നതന്റെ മറവിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഡിവൈൻ ഹീലിംഗ് നമ്മൾ വ്യാപരിക്കണം, ഒരു ഡിവൈൻ ഹെൽത്ത് നിങ്ങൾക്കുണ്ടാകണം, ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ടാകണം, ഒരു ഡിവൈൻ വാഴ്ച നിങ്ങൾക്കുണ്ടാകണം. ഇടത്തും വലത്തും ഒക്കെ പലരും വീഴും, നിന്നെ അത് വീഴ്ത്തുകല, നിന്നോട് അടുത്ത് വരികല. അപ്പൊ നിങ്ങൾ അവിടെ ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ വരികയില്ല. നിനക്ക് ഭവിക്കുക, കാരണം നീ അവന്റെ അകത്തല്ലേ. സത്യത്തിൽ ഇത് തുറന്നു കിട്ടിയവരല്ലേ ന്യൂ കവനന്റ് വിശ്വാസികൾ? ആണോ? ഇനി ഞാൻ കുറേ കാര്യം പറഞ്ഞു ഇന്ന് രാവിലെ, ഒക്കെ പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളാണ് പറഞ്ഞത്. ഇത് നിങ്ങളുടെ അകത്ത് അല്പമെങ്കിലും സ്പർശനമായെങ്കിൽ, അടുത്ത സമയം ഇപ്പോൾ 26, അടുത്ത 3 മിനിറ്റ് നേരം എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് ഇത് പ്രാർത്ഥിച്ച് എനിക്ക് ആ ചിറകിന്റെ മറവിൽ മറയണം, എനിക്ക് ആ സീക്രട്ട് പ്ലേസിൽ വസിക്കണം. കർത്താവിനോട് അങ്ങനെ പറ, കർത്താവിനോട് പറ, ചോദിക്കുക കർത്താവിനോട്, കർത്താവേ എനിക്ക് ആ അത്യുന്നതന്റെ മറവിൽ വസിക്കണം, എനിക്ക് ആ ചിറകിന്റെ കീഴിൽ പാർക്കണം, നിന്റെ വിശ്വസ്തതയ്ക്കകത്ത് എനിക്ക് ജീവിക്കണം. ഷാബ അന്തൽ അങ്ങനെ പറ ദൈവത്തോട്, അത് തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഷാ ലമത്തുര കുറെ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു രാവിലെ. അത്യുന്നതന്റെ മറവിൽ എനിക്ക് വസിക്കണം, സർവശക്തന്റെ നിഴലിൻ കീഴിൽ എനിക്ക് പാർക്കണം. റാബ എനിക്ക് സീക്രട്ട് പ്ലേസിൽ വസിക്കണം, എനിക്ക് മറ്റൊരു ആഗ്രഹമില്ല, നിന്റെ ചിറകിന്റെ കീഴിൽ എനിക്ക് മറയണം. ഓ റബ ഹത്തൽ കടകദന. അങ്ങനെ പ്രാർത്ഥിച്ചു കേട്ടോ, അങ്ങനെ പ്രാർത്ഥിച്ചു കേട്ടോ. പരിശുദ്ധാത്മാവ് തുറക്കും കേട്ടോ. അത്യുന്നതന്റെ മറവിൽ എനിക്ക് മറയണം, സർവശക്തന്റെ നിഴലിൻ കീഴിൽ എനിക്ക് പാർക്കണം, എനിക്ക് സീക്രട്ട് പ്ലേസിൽ വസിക്കണം, എന്നെ ആ പാറയിലേക്ക് നടത്തണം. ഓ അപ്പാ, എന്നെ ആ പാറയിലേക്ക് നടത്തണം, എന്റെ ജീവിതം ജയമാകണം. എന്നിനി പരാജയത്തിന്റെ പടുകുഴിയിൽ കിടക്കാൻ അല്ലല്ലോ എന്നെ വിളിച്ചത്. ഓ ജയഘോഷ യാഗങ്ങൾ എന്റെ ഭവനത്തിൽ ഉയരണം. ഉയരുന്നു കേട്ടോ. ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുടുംബങ്ങളിൽ നിന്ന് നിരാശകളുടെയും ഇല്ലായ്മകളുടെയും അപമാനങ്ങളുടെയും പുതപ്പുകളെ
മൂടുപടങ്ങളെ ദൈവാത്മാവ് അഴിച്ചു മാറ്റുന്നു. നിബന്ധനാദന ഘടകത്തുരാധന പ്രൗഷസ്കനാദിരാധന പ്രൗഢമന ഘടകധനാരകക്ഷസ് അമ്പൽ ഘടകധന വായിഷ പ്രൗഢമന ഹത്തൽ ഘടകധന വേദ പ്രൗഷമന ഹന്തൽ ഘടകധനം ഇന്ന് രാവിലെ ചില മിനിറ്റുകൾ കൊണ്ട് ഞാൻ നിങ്ങളെ സ്വർഗസ്ഥലങ്ങളിൽ പുതിയ നിയമത്തിൽ ദാവീദ്യ കവനന്റിന്റെ നിവർത്തിയായ പുതിയ ഉടമ്പടിയിലൂടെ ഇരുത്തിയിരിക്കുന്ന നാം പഴയ നിയമഭക്തന്മാരുടെ വെളിപ്പാടെങ്കിലും ഉള്ളവരായി മാറണം എന്നതിനാൽ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ആ പ്രാർത്ഥനയിൽ അവർ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളും അവരുടെ പ്രിവിലേജുകളും കേൾക്കുകയായിരുന്നു. സമയമുള്ളപ്പോൾ ഒരു പ്രാവശ്യം കൂടെ കേൾക്കണം കേട്ടോ. ഇത് ഞാനിപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്ത് ഗ്രൂപ്പിനകത്തിടാവേ. ഇങ്ങനത്തെ ഒരു ജീവിതം അവർ പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അവരെ ദൈവം വിടുവിക്കുകയും ചെയ്തു, അവരെ ദൈവം നടത്തുകയും ചെയ്തു. മോശയ്ക്ക് ആരോഗ്യമുണ്ടായി, ദാവീദ് ജയിച്ചു, ഒന്നിലും തോറ്റില്ല, ദാവീദ് ജയാളിയായി മാറി. അനർത്ഥങ്ങളുടെ നടുവിൽ ജയം അവൻ്റെ ഭവനത്തിലെ ഘോഷമായി മാറി. നിങ്ങളുടെ ഭവനങ്ങളുടെ അവസ്ഥ ദൈവം മാറ്റും. സ്വർഗസ്ഥലങ്ങളിൽ നമ്മെ ഇരുത്തിയിരിക്കുന്നു എന്നത് ഇന്ന് രാവിലെ നിങ്ങളുടെ അകത്ത് വെളിപ്പാടാകട്ടെ. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. നാളെ രാവിലെ നമുക്ക് വീണ്ടും കർത്താവിൻ്റെ മേശയുണ്ട്. നാളെ രാവിലെ വെള്ളിയാഴ്ച നമ്മുടെ ഉപവാസ പ്രാർത്ഥന തുടങ്ങുന്നു. വെള്ളി, ശനി, ഞായർ 3 ദിവസം നമുക്ക് ദൈവാത്മാവിനാലുള്ള ഉപവാസം നമ്മുടെ സഭയായിട്ട് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട്. കഴിയുന്ന എല്ലാവരും ഡയറക്റ്റ് വന്ന് പങ്കെടുക്കുവാൻ ശ്രമിക്കുക. പരമാവധി നിങ്ങൾ ഭവനങ്ങളിൽ ഇരിക്കരുത്. കാരണം അത് ചർച്ചിനകത്ത് നമുക്ക് ഒരുമിച്ച് വന്ന് ലഭ്യമാകുന്ന സമയങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കണം. നാളെ രാവിലെ നമ്മൾ കർത്താവിൻ്റെ മേശയിലേക്ക് ഭാഗവാക്കുകളായ ശേഷമാണ് ഉപവാസ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് 10:45 നമുക്ക് ബൈബിൾ ക്ലാസ്, ഇന്നലെ ഞാൻ എടുത്തതിൻ്റെ ബാക്കി ഭാഗം ഈ കണക്ഷൻ എല്ലാം കൂടെ ചേർത്ത് ഇതിൻ്റെ അടുത്ത ഭാഗം എടുക്കുന്നുണ്ട്. സഭയിൽ ഉള്ളവരോട് ഞാൻ ഓർപ്പിക്കുന്നു, ഞാൻ ഞായറാഴ്ച പ്രസംഗിക്കുന്ന പ്രസംഗം മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഇടദിവസം കയറണം. നിങ്ങളതൊട്ടും നിങ്ങൾ വിട്ടുകളയരുത്. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞതിൻ്റെ ബാക്കി ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. ഇതൊരു റെവലേഷനാണ്. അതുകൊണ്ടാണ് ഒരു നദി പോലെ തുറന്നു വരുന്നത്. ഇതൊരു പഠന വിഷയമല്ല, ഇത് നിങ്ങളുടെ ആത്മീക വളർച്ചയാണ്. നിങ്ങളുടെ സ്പിരിച്വൽ മാൻ വളരും. നിങ്ങൾക്ക് സ്പിരിച്വൽ റിലത്തിനകത്ത് വളർച്ചയുണ്ടാകും. നിങ്ങൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന വെളിപ്പാടിൽ കിങ്ഡം റെവലേഷനിൽ നിങ്ങൾ വളരും. അവിടെയാണ് കിങ്ഡം പ്രൊവിഷനുകൾ തുറന്നു വരുന്നത്. പ്രാർത്ഥിക്കാം. കണ്ണുകളിൽ നമുക്ക് ദിവസം അടയ്ക്കാം. പ്രാർത്ഥിക്കാം. സാബു ബ്രദറെ പ്രാർത്ഥിച്ച് ഇപ്പോൾ ഈ പ്രാർത്ഥനാ സെക്ഷൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. വീണ്ടും കർത്താവെ, അങ്ങയുടെ സനയിൽ ഒരു പ്രാവശ്യം കൂടി കർത്താവെ ഞങ്ങൾ സോമിലൂടെ കർത്താവെ ആയിരിക്കാൻ നൽകി തന്ന ആ വലിയ ദയോർത്ത് കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹാലലുയ ഹാലലുയ. ഏകദേശം 60 പേർക്ക് ഞങ്ങൾക്ക് കർത്താവെ അങ്ങയുടെ മുഖം കാണുവാൻ കർത്താവെ, ഹാലലുയ, അങ്ങയിലൂടെ ജീവിക്കുവാൻ കർത്താവെ അങ്ങ് ഇടയാക്കിയ വലിയതേക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹാലലുയ. കൂടി വന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്യുന്നതനിൽ മറവിൽ വസിക്കുകയും അവന്റെ ചെറിയ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ കർത്താവെ. ഹാലലുയ. ഒരു നാളും ലജ്ജിക്കുകയില്ല കർത്താവെ. ഹാലലുയ. പ്രത്യാശയോടുകൂടി ഓരോ വ്യക്തികളും കർത്താവെ ഹാലലുയ അങ്ങയുടെ സനയിൽ ഇരുന്നു കൊണ്ട് കർത്താവെ ഹാലലുയ ഹാലലുയ. പ്രഭാതത്തിൽ കർത്താവെ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ നൽകി തന്ന ആ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വീണ്ടും കർത്താവിന്റെ സാന്നിധ്യം അടിയങ്ങളുടെ കുടുംബങ്ങളോടുകൂടെ അടിയങ്ങളുടെ മക്കളോടുകൂടെ കർത്താവെ എല്ലാവരോടും കൂടി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദേവദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ ഹാലലുയ. നല്ല വചനങ്ങളെ കർത്താവെ ഹാലലുയ ഹാലലുയ. ആ സ്വർഗീയ ദർശനങ്ങളോടുകൂടി കർത്താവെ ഹാലലുയ സഭയെ കർത്താവെ നയിക്കുന്ന ആ വലിയതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹാലലുയ. ഞങ്ങൾ ആരെങ്കിലും കർത്താവെ രോഗികളായി
ബലഹീനമായിട്ടുണ്ടെങ്കിൽ കർത്താവെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാനും കർത്താവെ അങ്ങയുടെ ചിറകിൻ മറവിൽ വസിപ്പാനും കർത്താവെ അങ്ങയുടെ ആക്കി തോത്രം കർത്താവെ ഞങ്ങൾ കുടിവരുവോളം അങ്ങയുടെ കൃപയും സാന്നിധ്യവും അടികളോടുകൂടി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ വീണ്ടും കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. ഇന്നത്തെ ദിവസം അനുഗ്രഹമായിരിക്കാമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്കായി വന്ന ഓരോരുത്തരോടും കൂടെ ഓരോ കുടുംബങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം. ഷലോം.